അസലായിട്ടുണ്ട്. കൊള്ളാം. ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. പരിചയമില്ലാത്തൊരു സ്ത്രീ വരുന്നു. പരിചയമില്ലാത്ത സ്ത്രീ? എന്റെ അമ്മേ! നിങ്ങളുടെ മകൾ ഈ പ്രപഞ്ചത്തിൽ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചുതരാം. പക്ഷെ എനിക്ക് കുറച്ച് സമയം തരൂ പ്ലീസ്. എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കൊല്ലാക്കൊള്ള ചെയ്യരുത്. നിങ്ങളുടെ ഭർത്താവ് എനിക്ക് 24 മണിക്കൂർ സമയം തന്നു. വെറും 5 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും 10-18 മണിക്കൂർ ബാക്കിയുണ്ട്. ദേവി ഇവിടെ നിന്ന് പോണം. കല്യാണം കഴിച്ചില്ലേ? എന്നിട്ട് അവളെ എന്ത് ചെയ്തു? എന്റെ പൊന്നു ചേച്ചി, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല. ആക്ടിംഗ് ആയിരുന്നു, ആക്ടിംഗ്. എല്ലാം നശിക്കാനുള്ള ആക്ടിംഗ്. ഞാനത് വിശ്വസിക്കില്ല. ചേച്ചി വന്ന് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കേ. പോലീസ് ഒരു വശത്ത്, നിങ്ങളുടെ ഭർത്താവ് മറുവശത്ത്. ഇത് വല്ലതും വെളിയിലായ എന്റെ കുടുംബം തകരും. ജോലിയും പോയി കിട്ടും. ദേവി ഇത് നിങ്ങൾ ഇവിടെ നിന്ന് പോ. എന്ത് ചെയ്താലും എന്റെ മോളെ കാണാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. അല്ലെങ്കിൽ താൻ എന്നെ അങ്ങ് കൊല്ല്. എന്റെ മകള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ നിങ്ങൾ വർമ്മയെ ഏൽപ്പിക്കരുത്. ഏത് വർമ്മ? എന്റെ ഭർത്താവാണെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, അയാള് തന്നെ. എന്ന് വെച്ചാ അയാൾ നിങ്ങളുടെ ഭർത്താവല്ലേ? അല്ല, സജിത അയാളുടെ മകളും അല്ല. അന്ന് അയാളുടെ മുന്നിൽ വെച്ച് ഞാൻ എതിർത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ അയാൾ എന്തിനാ ഇത്ര പരവേശപ്പെടുന്നത്? അയാളുടെ ഉള്ളിലിരിപ്പ് വേറെയാ. സജിത അയാളുടെ പുതിയ നാടകത്തിൽ അഭിനയിപ്പിക്കണം. എനിക്ക് പറ്റിയത് എന്റെ മോൾക്കും പറ്റുമെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. അവൾ അഭിനയിക്കുന്നില്ലെങ്കിൽ പണ്ട് എപ്പോഴും ഞാൻ കടം വാങ്ങി 5000 രൂപ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി. റിഹേഴ്സൽ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ പിള്ളേരാ പറഞ്ഞത് നാരായണന്റെ കൂടെ സജിത എന്തോ കാര്യത്തിന് പുറത്തു പോയെന്ന്. പിന്നെ ഞാൻ കാണുന്നത് നിങ്ങളുടെ കൂടെയുള്ള ഫോട്ടോയാ. നിങ്ങൾ ആരാ? എവിടുന്ന് വന്നു? എന്ത് വിദ്യ ഉപയോഗിച്ചാ നിങ്ങൾ എന്റെ മോളെ കല്യാണം കഴിച്ചത്? ചേച്ചി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരുത്തനും വിശ്വാസമില്ല. എന്റെ മോളെ എത്രയും വേഗം എന്റെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ നോക്കിക്കോ, ഈ വീടിന്റെ ഉത്തരത്തെ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും. ഏതാ സ്ത്രീ? അത് അപ്പുക്കുട്ടന്റെ ഒരു കേസാ, നാറ്റ കേസാ. നീ എന്തിനാണ് നിൽക്കുന്നത്? അകത്തു. ഞാനിപ്പോ വരാം. തെണ്ടി വർമ്മയുടെ നമ്പർ ഇങ്ങട്. അവനെ 4 തെറി വിളിച്ചിട്ട് ബാക്കി കാര്യം. കറക്റ്റ്. ഒന്ന് ഫോൺ ചെയ്തോ. ഹലോ, കൽപ്പന തിയേറ്റേഴ്സ് അല്ലേ? വർമ്മ എന്ന പേരുള്ള ആ തെണ്ടി ഒന്ന് കിട്ടുവോ? ആരാ സംസാരിക്കുന്നേ? ആരെങ്കിലും ആവട്ടെ. തെണ്ടി ഉണ്ടോ അവിടെ? ഏതെരപ്പാളിയാടാ നീ? ആഹാ, നീ തന്നെയാണോ? എടാ കഴുതേ, നിനക്ക് നിന്റെ മകളെ വേണം അല്ലേ? തരാവടാ, നീ വന്നാ മതി. ഇടിച്ച് നിന്റെ 32 പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ഞങ്ങളുടെ സ്വസ്ഥത നശിപ്പിച്ചു, ജീവിതം കുട്ടിച്ചോറാക്കി. മകളാണത്രയും മകൾ. പാവപ്പെട്ട പെൺകുട്ടികളുടെ ചാരിത്രം നശിപ്പിക്കാൻ നടക്കുന്ന കാർക്കോടക. എടാ, നിന്നെ ഞങ്ങൾ വിമൻസ് ലിബറേഷനിലെ പെണ്ണുങ്ങളെ കൊണ്ട് തല്ലിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. റാസ്കൽ, ഇഡിയറ്റ്, ഫൂൾ. പെണ്ണിനെ തരാൻ ഞാൻ നിനക്ക് 24 മണിക്കൂർ സമയം തന്നിരുന്നു. ഇനിയില്ല. ഈ നിമിഷം മുതൽ നിന്റെ അന്ത്യയാത്രയുടെ ആരംഭമാണ്. ആരാ സർ? അടുത്ത നാടകത്തിന് പേരിട്ടതാ അന്ത്യയാത്രയുടെ ആരംഭം. കൊള്ളാലേ? വാതില് പൂട്ടിയില്ലായിരുന്നോ? രാധികേ, 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 ഇവളിത് എവിടെ പോയി കിടക്കുന്നു? രാധികേ, രാധികേ, ചതിച്ചു അപ്പക്കുട്ട, ചതിച്ചു. എന്റെ രാധികയെ അവൻ പിടിച്ചോണ്ട് പോയി. രാധികേ, രാധികേ, രാധികേ. ഞാൻ ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ. ഇടയ്ക്കൊക്കെ വന്ന് അന്വേഷിച്ചില്ലെങ്കില് പിന്നെന്ത് മനുഷ്യത്വം? മനുഷ്യത്വം ഉണ്ടായിരുന്നല് ഒരു 24 മണിക്കൂർ ലീവ് തരാൻ പറഞ്ഞിട്ട്. ലീവ് വേറെ, മനുഷ്യത്വം വേറെ. എന്നെന്താ അകത്തേക്ക് ക്ഷണിക്കാത്തത്? സാർ, ഞങ്ങൾ ആകെ പ്രശ്നത്തിലാണ്. ജീവിതമാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇങ്ങനെ ലീവ് എടുത്ത് ഇവിടെ കിടന്ന് കറങ്ങുന്നത്? രാജേന്ദ്രനും ഭാര്യയും മാത്രം താമസിക്കുന്ന വീടല്ലേ? ചുറ്റിക്കളിയല്ലേ ആണോ? എനിക്കെന്തെങ്കിലും കുടിക്കാൻ വേണം. ഇവിടെ കുടിക്കാനൊന്നും ഇല്ല സർ. മറ്റൊന്നും വേണ്ട. തന്റെ ഭാര്യയുടെ കൈ കൊണ്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം കിട്ടിയാലും അതൊരു സുഖല്ലേ? ഭാര്യ ഇവിടെ ഇല്ല സർ. അയ്യോ, എവിടെ പോയി? സാർ, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. കാണാം. തന്റെ ആ മറ്റേ കുട്ടിയുണ്ടല്ലോ, എന്തോ
ആ കുട്ടി എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. എവിടെയാ കുട്ടിയുടെ വീട്? താൻ ആള് ശരിയല്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ച് ആ പെൺകുട്ടി എന്താ എനിക്ക് ശരിക്കും പരിചയപ്പെടുത്താഞ്ഞത്? സാർ, നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും സാറിന് പരിചയപ്പെടുത്തി തരലല്ല എന്റെ ജോലി. സാറ് ഞങ്ങളുടെ MD ആണ്. പക്ഷെ ക്ഷമ പരീക്ഷിക്കരുത്, എല്ലാത്തിനും ഒരു അതിലുണ്ട്. ആ, ഇതെന്താ അപ്പുക്കുട്ടൻ ഇത്ര പെട്ടെന്ന് അപ്സെറ്റ് ആകുന്നത്? എന്നെ ഒരു സുഹൃത്തായിട്ട് കണക്കാക്കൂ. ശ്രമിച്ചിട്ട് പറ്റുന്നില്ല സാർ. വീണ്ടും ശ്രമിക്കണം. പറ്റും. ദാ, ഈ ഫോട്ടോസ് ഞാൻ തന്നെത്താനെ പോയി കളക്ട് ചെയ്തതാ. നോക്കൂ, ഏതാ നല്ലത്? ഇതെന്തിനു വാങ്ങിച്ചു? കൊള്ളാം, നല്ല ചോദ്യം. നവദമ്പതികൾക്ക് ബ്രിട്ടോളി കമ്പനിയുടെ ആശംസകൾ എന്നൊരു ക്യാപ്ഷനോടെ നല്ലൊരെണ്ണം പത്രത്തിൽ കൊടുക്കണം. സാറിന് ഭ്രാന്തുണ്ടോ? കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഇപ്പൊ പത്രത്തിലൊരു ഫോട്ടോ അതിന്റെ ആവശ്യമുണ്ടോ? മിസ്റ്റർ രാജേന്ദ്രൻ, ഇതെന്റെ അവകാശമാണ്, കടമയാണ്. കമ്പനി ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. സർ പ്ലീസ് സർ, ദയവ് ചെയ്ത് ഇടരുത്. ആ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു നല്ല കാര്യം ചെയ്യുമ്പോ അതിന് താങ്ക്സ് പറയണതിന് പകരം നല്ല കാര്യമാണെന്ന് ഞാൻ കൂടെ തോന്നണ്ടേ? ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോ നല്ല മൂഡില്ല. ഞാൻ പിന്നെ വരാം. പിന്നെ വരണ്ട. സർ പ്ലീസ് സർ, ഫോട്ടോ ഇടരുത്. ഇത് കമ്പനിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. തുറന്നേ, ഗ്ലാസ് ഒന്ന് താത്തേ. നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ. അപ്പുക്കുട്ടാ, എന്തെങ്കിലും ഒരു വഴി പറ. എന്റെ രാധിക. നീ ആ വർമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അത്രക്ക് വേണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നിയതാ. എന്നിട്ട് അത് അപ്പൊ പറഞ്ഞില്ലല്ലോ. നമ്മൾ എങ്ങനെ രാധികയെ രക്ഷിക്കും? പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പുക്കുട്ടാ, നമുക്കതിനുള്ള സന്നാഹമില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോകും. വേണ്ട. എന്തുകൊണ്ട്? അതേ പോലീസ് മറ്റേ പെണ്ണിന് വേണ്ടി വലയം വിരിച്ച് കാത്തിരിക്കുക. അങ്ങോട്ട് ചെന്ന് കൊടുത്താൽ മതി, പിടിച്ചകത്തിടും. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യും? എനിക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം വേണം. വേണ്ട വേണ്ട, ലുഫ്താൻസ ആകുമ്പോ സിംഗപ്പൂർ 3 മണിക്കൂർ വെറുതെ ഇരിക്കേണ്ടി വരും. ബോറടിക്കും. ടോക്കിയോയ്ക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ടോ നോക്കൂ. ആ ഓക്കെ. ആ ഇരിക്കൂ. ഫോർമാലിറ്റീസ് ഒക്കെ ഓഫീസിൽ മതി. എന്താ രണ്ടുപേരും കൂടെ ഈ രാത്രിയില്? ഒരു ഗൂഢസംഘം സാറിന് തകർക്കാൻ പരിപാടി ഇട്ടിരിക്കുകയാണ്. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ വന്നതാണ് ഞങ്ങൾ. മറ്റന്നാൾ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ പൊതുജനം സാറിനെ കാർക്കിച്ച് തുപ്പും. ചാട്ടവാറ കൊണ്ട് അടിക്കും. ഉടുതുണി ഉരിഞ്ഞ് റോഡിലൂടെ നടത്തും. പക്ഷെ നമ്മൾ വൈകിയിട്ടില്ല. ഇന്നത്തെ രാത്രി നിർണായകമാണ്. ഒന്ന് തെളിച്ചു പറയടൂ. ഇവിടെ ഒരു നാടക ട്രൂപ്പുണ്ട്, കൽപ്പന തിയേറ്റേഴ്സ്. അവരുടെ പുതിയ നാടകം ക്ലിയോപാട്ര നാളെ കാസർകോട്ട് അരങ്ങേറ്റം കുറിക്കുകയാണ്. കാലത്തവർ പുറപ്പെടും. അവരെ പുറപ്പെടാൻ അനുവദിച്ചാൽ ഞങ്ങൾ ആദ്യം പറഞ്ഞതൊക്കെ സംഭവിക്കും. സാറിന്റെ പേര് രാമനാഥൻ സാർ എന്നാണല്ലോ. ഈ നാടകത്തിൽ ഒരു വൃത്തികെട്ട വില്ലനുണ്ട്. അയാളുടെ പേരും രാമനാഥൻ സാറെന്ന് തന്നെ. അയാളും ഒരു കമ്പനിയുടെ MD ആണ്. കമ്പനിയുടെ പേരോ ബ്രിട്ടോളി. ഈ MD തന്റെ സ്ത്രീ ജീവനക്കാരെ ബലാത്സംഗം ചെയ്യുന്നു. വഴങ്ങാത്തവരെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു. എന്നിട്ട് കുളിമുറിയിൽ കുഴികുത്തി ശവം കുഴിച്ചിടുന്നു. ഒടുവിൽ നാട്ടുകാർ ഈ MDയെ കല്ലെറിഞ്ഞു കൊല്ലുന്നു. എന്നിട്ട് സാറിന്റെ ശവം കഴുകന്മാർക്ക് തിന്നാനിട്ട് കൊടുക്കും. അവിടെ കട്ടം വീഴും. പിന്നെ ജനഗണമന. കൽപ്പന തിയേറ്റേഴ്സ് നടത്തുന്ന വർമ്മയെ സാറിനറിയോ? ഇല്ല. അയാൾക്ക് സാറിനോട് എന്തോ ഭയങ്കരമായ പകയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യൂ. നാളെ കാസർഗോഡ് അരങ്ങേറ്റം. അതെ നാളെ കാലത്ത് പുറപ്പെടും. അതെ. അവർ പുറപ്പെടുകയില്ല. പുറപ്പെടാൻ പാടില്ല. ആ പീതാംബരനല്ലേ? ഇത് ഞാനാ, രാമനാഥൻ സാറാ. പീതാംബര, 3-4 ആളുകളെയും കൂട്ടി നല്ല കൈക്കരുത്തും തന്റെ ഉള്ളവരെ. ആ പീതാംബരൻ പെട്ടെന്ന് ഇങ്ങ് വാ. ആ മെക്കാനിക് മാത്യുവിനെയും നമ്മുടെ പൗത്രനൊക്കെ കൂട്ടിക്കോ. ഒരു അടിയന്തര പ്രശ്നമുണ്ട്. ചിലപ്പോ ഒരു കയ്യാങ്കളിയൊക്കെ വേണ്ടി വന്നേക്കും. വൈകരുത്. ഓക്കേ. കുളത്തറ റോഡിൽ അമ്പലത്തിന് തൊട്ടടുത്തിരിക്കുന്ന വീട്. ബോർഡുണ്ട് കൽപ്പന തിയേറ്റേഴ്സ്. അവന്റെ കൽപ്പന തിയേറ്റേഴ്സ് എല്ലാത്തിനും നശിപ്പിക്കും ഞാൻ. നശിപ്പിക്കുന്നതിനിടയിൽ അവിടെ സ്ത്രീകൾ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടണം സാർ. സ്ത്രീകൾ പൊതുവെ നിരപരാധികളാണല്ലോ. അതെ, ഞാൻ ട്രൈ ചെയ്യാം. ഇവരെ അറിയിച്ചത് നന്ദി. അപ്പൊ ഞങ്ങൾ പോയിക്കോട്ടെ സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അടികലശൽ നടക്കുന്നതിനിടയിൽ നമ്മൾ ആരും കാണാതെ അകത്ത് കയറുന്നു, രാധികയെ രക്ഷിക്കുന്നു. കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാന്ന് കേട്ടിട്ടില്ല? അതാണ് ഈ പരിപാടി. Come on. അവര് വന്നു. ആരാ വർമ്മ? ഞാനാ. എന്താ? എന്നെ അറിയാമല്ലോ, അതുകൊണ്ട് പരിചയപ്പെടുത്തുന്നില്ല. പക്ഷെ ഇവരെ പരിചയപ്പെടുത്താം. എന്റെ ജീവനക്കാരാ. തൽക്കാലം ഗുണ്ടകളായിട്ട് വന്നതാണ്. ഗുണ്ടകളോ? നാടകം ബുക്ക് ചെയ്യാൻ വന്നതല്ലേ? അതിന് ഗുണ്ടകൾ എന്തിനാ? നിങ്ങളെ മൊത്തം അങ്ങ് ബുക്ക് ചെയ്തേക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മൊത്തം ബുക്കിംഗ് ആകുമ്പോ ഞാൻ തനിച്ചു വന്നാൽ പറ്റില്ലല്ലോ. മൊത്തം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം മുഴുവനോ? കൊല്ലം മുഴുവനല്ല, പിന്നെ? ആയുഷ്കാലം മുഴുവൻ. അതെന്ത് ബുക്കിംഗ് ആണ്? ആ അതാണ് ബുക്കിംഗ്.
എനിക്ക് മനസ്സിലായില്ല. സാർ ആരാ? എവിടുന്നാ വരണേ? ഞാൻ വരുന്നത് നരകത്തിന്ന്. തന്നെ തന്റെ കൂട്ടുകാരെയും അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊരു ആശ. എന്നെ മനസ്സിലായില്ല? ഞാനാണ് യമധർമ്മൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അന്തകൻ. നിന്റെ അന്തകൻ. പാറത്തോട്ടം, എന്താണ് കേസ്? ഭ്രാന്താശുപത്രിയാണെന്ന് കരുതി വന്നാണോ? ഞാൻ ബലാത്സംഗത്തിനും കൂടെ വന്നതാ. ആരുണ്ട് ഇപ്പൊ ഇവിടെ റെഡി ആയിട്ട്? ആരുണ്ട്? എന്റെ പൊന്നു സുഹൃത്തെ, ഇത് കൽപ്പന തിയേറ്റേഴ്സിന്റെ റിഹേഴ്സൽ ക്യാമ്പാണ്. ഞങ്ങളുടെ പുതിയ നാടകം ക്ലിയോപാട്ര. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. എടാ ചെറ്റ വർമ്മേ, എന്നെ തേജോവധം ചെയ്തുകൊണ്ട് നീ കേരളത്തിലുടനീളം നാടകം കളിക്കും. എടാ തെണ്ടി, നീ എന്താടാ പിച്ചുമ്പയും പറയുന്നേ? തെണ്ടിയോ? പിതാമര അറിയണവനെ. എന്റെ ഇടപെടലുകൾ മിടുക്കന്മാരാ. വർമ്മയുടെ അന്ത്യായിരുന്നു. പിടിക്കാം. പോയി അടിക്കണം. നമ്മുടെ പ്ലാൻ പൊളിയോ? ഇനി രക്ഷയില്ലെന്നാ തോന്നുന്നത്. അപ്പുകുട്ട, എന്റെ രാധിക. അപ്പുകുട്ട, ഇപ്പൊ അങ്ങോട്ട് കയറി കൊടുത്താൽ നമ്മുടെ രോമം പോലെ കിട്ടിയല്ല. ഓ, പോയി അടിക്കണം. ശരിയാക്കടാ. നീയാണല്ലേടാ എന്റെ അന്തകൻ. നിന്നെ ഞാൻ ശരിയാക്കി തരാം. ഇനി നിന്നിട്ട് കാര്യമില്ല. ഞാൻ കയറി നോക്കാൻ പോവുക. രാജേന്ദ്ര വേണ്ട, നമുക്ക് വേറെ വഴി നോക്കാം. എന്ത് വഴി? നീ വാടാ, നീ വാടാ, നീ ഇങ്ങോട്ട് വാടാ, വാടാ. നീയാണല്ലേടാ അന്തകൻ. അന്തകനാണോ? നിനക്ക് ബലാത്സംഗം ചെയ്യണോ? അല്ലേടാ?